ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കാൻ പദ്ധതിയിട്ട കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. നവി മുംബൈയിലെ ഫാം ഹൗസിലെത്തുന്ന സൽമാൻ ഖാനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട സംഘത്തിനെതിരെയാണ് കുറ്റപത്രം. AK-47 അടക്കം ആയുധങ്ങൾ പ്രതികൾ സംഭരിച്ചെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സൽമാനോട് വൈരാഗ്യമുള്ള ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് ഏർപ്പാടാക്കിയ വാടക കൊലയാളികളെ കഴിഞ്ഞ മാസമാണ് നവി മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 പ്രതികളാണ് കേസിൽ ഇതുവരെ പിടിയിലായത്. മാസങ്ങൾക്ക് മുമ്പേ പ്രതികൾ പദ്ധതിയുടെ ആസൂത്രണം ആരംഭിച്ചിരുന്നു. ഇതിനായി AK-47 അടക്കം ആയുധങ്ങൾ ഇവർ സംഭരിച്ചു. 25 ലക്ഷം രൂപയ്ക്കാണ് ബിഷ്ണോയ് ഗ്യാങ് പ്രതികളുമായി കരാർ ഉറപ്പിച്ചിരുന്നത്. സൽമാൻ ഖാനെ നിരീക്ഷിക്കാനായി വൻ സംഘത്തെയും പ്രതികൾ ഏർപ്പാടാക്കിയിരുന്നു. ഏതാണ്ട് 70ഓളം പേരെയാണ് നടന്റെ മുംബൈയിലെ വീടും പൻവേലിലെ ഫാം ഹൗസും മറ്റും നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയത്. നടനെ വധിക്കാനായി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയും സംഘം റിക്രൂട്ട് ചെയ്തിരുന്നു. കൊലപാതക ശേഷം കന്യാകുമാരി വഴി ശ്രീലങ്കയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഏപ്രിൽ 14-ന് ബാന്ദ്രയിലെ സൽമാന്റെ വസതിക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ മുംബൈ പോലീസും അന്വേഷണം തുടരുകയാണ്. 24 മുംബൈ.